ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി രാജ്യത്തിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് അടുത്തിടെയുണ്ടായ പ്രശ്നങ്ങളിൽ പ്രധാനമന്ത്രി നടത്തിയ ഇടപെടലുകൾ അതിനെ പ്രശംസിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ എം പിയുടെ പ്രതികരണം. അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് കോൺഗ്രസിന്റെ നിലപാടാണോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി? അല്ല, കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ടത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉണ്ട്. കോൺഗ്രസിന് ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് കോൺഗ്രസ് സംഭാവന ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ഉണ്ട്. പിന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ അഭിപ്രായം ഔദ്യോഗികമായി പറയുന്നത് കോൺഗ്രസ് പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയോ വേണം കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാട് പറയാൻ. ഓരോ വ്യക്തികൾ ഓരോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതൊരിക്കലും കോൺഗ്രസിന്റെ അഭിപ്രായമായി മാറുന്നില്ല. കോൺഗ്രസ് ഒരു സംഘടനയാണ്. സംഘടനയ്ക്ക് ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വമാണ് കോൺഗ്രസിന്റെ അഭിപ്രായമാണോ അല്ലയോ എന്ന് പറയേണ്ടത്. കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ ആ നേതാക്കന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരു വ്യക്തിപരമായ അഭിപ്രായമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒരിക്കലും കോൺഗ്രസിന്റെ ഔദ്യോഗിക അഭിപ്രായമായി ഞാൻ അതിനെ കാണുന്നില്ല, വിലയിരുത്തുന്നില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, താങ്കൾ അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ പറയുന്നത് താൻ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. അതിന്റെ അർത്ഥമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന, അതായത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് കോൺഗ്രസിന് യോജിപ്പുണ്ട് എന്നുള്ള തരത്തിലാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി? അല്ല, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരും ജനങ്ങളും എങ്ങനെയെങ്കിലും പാർട്ടി ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു തരത്തിലും പാർട്ടി രക്ഷപ്പെടാൻ ചില ആളുകൾ അനുവദിക്കത്തില്ല എന്നുള്ള ഒരു നയം സ്വീകരിച്ചാൽ അത് ഗുരുതരമായ പ്രത്യാഘാതത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ യോഗത്തിൽ വെച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ഒക്കെ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ UDF-നെ അധികാരത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആ ജനങ്ങളുടെ ആഗ്രഹത്തിന് വിപരീതമായി ഒരു കോൺഗ്രസുകാരനും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇതിപ്പോ രാഷ്ട്രീയ പ്രതിയോഗികൾ കോൺഗ്രസിനെ അടിക്കാനുള്ള ആയുധമാണ് ഓരോ പ്രാവശ്യവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. എന്നെപ്പോലെ ഞാൻ 1968 കോൺഗ്രസിൽ അംഗത്വം എടുത്ത ഒരാളാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, രാജ്മോഹൻ ഉണ്ണിത്താൻ പ്ലസ് കോൺഗ്രസ് ഈസ് സംതിങ്, രാജ്മോഹൻ ഉണ്ണിത്താൻ മൈനസ് കോൺഗ്രസ് ഈസ് നത്തിങ്. അത് എല്ലാവർക്കും ബാധകമാണ്. കോൺഗ്രസ് നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമ്മളൊരു വലിയ ശക്തിയാണ്. കോൺഗ്രസ് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ നമ്മൾ ആരുമല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഇന്ന് കോൺഗ്രസ് നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശക്തി. ഈ പാർട്ടിയാണ് നമ്മുടെ ശക്തി. പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ വ്യക്തിയായി ചുരുങ്ങും, ഒരു ശക്തിയും ഉണ്ടാവില്ല. അതാ എല്ലാവർക്കും ബാധകമാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു കാര്യം കൂടി, അന്ന് ഡൽഹിയിൽ നടന്ന ചർച്ചകൾ അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതിനുശേഷം തരൂർ ചില വിഷയങ്ങളിൽ നിന്ന് പിന്നാക്കം പോകുന്നത് നമ്മൾ കണ്ടതാണ്. വീണ്ടും ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി? അദ്ദേഹത്തോട് ചോദിക്കണം, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടെ അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും നേതാക്കന്മാരെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ഇന്ദിരാഭവനിൽ ചർച്ച നടത്തി ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടെ രേഖപ്പെടുത്തി. അപ്പോ ആ കാഴ്ചപ്പാട് എല്ലാവരും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് എതിരായി ഇത്തരം കമന്റുകൾ പാസ്സാക്കുന്ന ആളിനോട് വേണം നിങ്ങൾ ചോദിക്കാൻ, എന്തുകൊണ്ടാണ് പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. നിങ്ങൾ അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്, എന്നോടല്ലോ ചോദിക്കേണ്ടത്. ഞാനല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ നേരത്തെ ആ വിഷയം ഉണ്ടായ സമയത്ത് കോൺഗ്രസ് അദ്ദേഹത്തെയും ഉൾപ്പെടുത്തി അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറായതാണ്. വീണ്ടും സമാനമായ രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ അത് ഒരു നടപടിയിലേക്ക് എത്തേണ്ട സാഹചര്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അത്തരം ഒരു നടപടി ആവശ്യപ്പെടുമോ താങ്കൾ? അല്ല, ഞാനൊക്കെ കോൺഗ്രസിന് ഒരു തരത്തിലും ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ ജീവിതകാലത്ത് ഒരിക്കലും ഒരു പാർലമെന്റ് അംഗമാകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു ത്രിവർണ്ണ പതാക വീഴണം എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റൊരാഗ്രഹവും ഇല്ലെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഈ കോൺഗ്രസിനകത്ത് നടക്കുന്ന പ്രവണതകളിൽ ഞാൻ അസ്വസ്ഥനാണ്, അസംതൃപ്തനാണ്. ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടി വരും. കാര്യം ഇനി ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് 2-3 ദിവസം കൂടെ നമ്മളൊക്കെ ക്ഷമിക്കും. അതിനുശേഷം ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ഞാനും ഒക്കെ തയ്യാറാകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ
ഭയപ്പെട്ടിട്ട് ഇത്തരം കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുണ്ടാകും. അതൊരിക്കലും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP. അദ്ദേഹം തരൂരിന്റെ നിലപാടിനെ തള്ളുകയാണ്. പാർട്ടിയുടെ പൊതു നിലപാടിന് വിരുദ്ധമായി അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളെ തള്ളുന്നു. ഡൽഹി ചർച്ച ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്.